അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് തള്ളിയപ്പോൾ തനിക്കെതിരെ പ്രതികരിക്കാൻ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നട്ടലില്ലാതായി പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി ചൂണ്ടിക്കാട്ടി. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ട്രംപ് പ്രസിഡന്റ് ആയതോടെ നൂറുകണക്കിന് ആളുകളെ അമേരിക്കയിൽ നിന്നും കൈകാലുകളിൽ ചങ്ങലക്കിട്ട് കയറ്റി അയക്കുകയാണ് ചെയ്തത്. അവർ ക്രിമിനലുകൾ ഒന്നും അല്ലല്ലോ. ഇതിനെതിരെ പ്രതികരിക്കാതെ കൂടുതൽ വിധേയത്വം കാണിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ശരിക്കും. കൊളംബിയ, ബ്രസീലും മറ്റും ശക്തമായ പ്രതികരണമാണ് ഇതിനെതിരെ നടത്തിയത്. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ ട്രംപിനെ കാണാൻ പോയിരിക്കുകയാണിപ്പോൾ. ആ പോക്കിലും ഒരു വലിയ പ്രത്യേകതയുണ്ട്. ട്രംപിനെ ആദ്യം കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആയിരുന്നു. തുടർന്ന് മോദി കാണുന്നു. അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കാൻ പ്രധാനമന്ത്രി ഒരിക്കലും തയ്യാറാകില്ല. അമേരിക്കയുടെ സ്വന്തം കാര്യങ്ങൾ സേവനം നൽകുന്നവരാണ് ഇന്ത്യക്കാർ എന്നത്. ഇവരെ അമേരിക്ക അപമാനിക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ പോലും നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാകില്ലെന്നും പിണറായി വിജയൻ തുറന്നു പറഞ്ഞു. കേന്ദ്രം കേരളത്തെ ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നും ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിക്കാൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്നുമുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാർ ചാർത്തിയ ഒരുപാട് മികവുകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ബഡ്ജറ്റ് വരുമ്പോൾ ഒരിക്കലും സഹായം ഉണ്ടാകാറില്ല. എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് കേരളം എന്നത്. കേന്ദ്രത്തിന്റെ രാജ്യവിരുദ്ധ സമീപനത്തെ ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടാണ് സ്വകാര്യ സർവകലാശാലകൾ വരികയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തി. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്തെ മികവ് വർദ്ധിപ്പിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും സ്വകാര്യ സർവകലാശാല നയം എന്നതും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സംവരണവും ഫീസ് നിരക്കിൽ ഇളവും ഉണ്ടാക്കുന്നതാണ്. പൊതുസംവരണം ഉണ്ടാകും. ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. സ്വകാര്യ സർവകലാശാല എന്ന് കേട്ടപ്പോൾ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചിലരെല്ലാം. ഇത് LDFനെ ഒരിക്കലും ബാധിക്കില്ല. 26 സംസ്ഥാനങ്ങളിൽ സ്വകാര്യ സർവകലാശാലകൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇത് വിദ്യാഭ്യാസ കച്ചവടത്തിന് അവസരമൊരുക്കാനല്ല ഒരിക്കലും. വിദ്യാഭ്യാസ മേഖലയുടെ മികവ് വർദ്ധിപ്പിക്കാനാണ് കൂടുതലും. ഇന്ത്യയിലെ മികച്ച 12 സർവകലാശാലകളിൽ 3 എണ്ണം കേരളത്തിലാണ് ഉള്ളത്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ മാറി എന്നതിന് വലിയ തെളിവാണ്. UDF ഒരിക്കലും നഷ്ടക്കണക്കുകൾ പറഞ്ഞ് 4000-ഓളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു. 5 ലക്ഷം വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയും ചെയ്തു. LDF നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീടാണ് വിദ്യാഭ്യാസ മേഖലയിൽ അരുതാത്തതെന്തോ ചെയ്തുവെന്ന പ്രീതി ശരിക്കുമുള്ളത്.